ഇന്ന് കൂലി സിനിമയുടെ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരാനായിട്ട് പോകുന്നത്. 7 മണിയോട് കൂടിയിട്ടാണ് സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇവർ പറയാത്ത ഒരു അപ്ഡേറ്റ് കൂടി, ഐ മീൻ ഒരുപക്ഷെ അവർ റിലീസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയായിരിക്കാം. ഈ ദേവ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച്, രജനികാന്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി, ഒരുപക്ഷെ വിക്രം പോലത്തെ ഒരു പരിപാടിയാണോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം അതിനകത്ത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ലോകേഷ് അതെടുത്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കൂലി സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഒക്കെ പറയുന്നതിന് മുന്നേ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു കിടിലൻ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് ഫോർമുല 1 എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഐമാക്സിൽ സിനിമ കണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു ഫോർമുല 1 എന്ന് പറയുന്ന സിനിമ ഞാൻ ഐമാക്സിൽ വേണ്ടി കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം. കാരണം ടോപ്പ് ഗൺ മാവറിക്കിന്റെ ഒരു ടീം ചെയ്തേക്കുന്ന ജോസഫ് കൊസിൻസ്കി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു പടം എന്ന് പറയുന്ന സമയത്തും ഈ പടം ഒന്ന് കണ്ടു നോക്കണം. F1 എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് 4DXൽ കാണണോ അത് ഐമാക്സിൽ കാണണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. എന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും 2Dയിൽ സാധാരണ സ്ക്രീനുകളിൽ ഇത് പരമാവധി കാണാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ പൊതുവെ റേസിംഗ് മൂവീസുകളെ കുറിച്ച് പറയുന്ന സമയത്ത് എന്റെ മനസ്സിലോട്ട് ആദ്യം വരുന്ന, ഐ മീൻ ഈ കൈൻഡ് ഓഫ് ഒരു കാർസ് റേസിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു റൈവൽ വരുന്ന സമയത്ത് മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഫോർഡ് വേഴ്സസ് ഫെറാറി എന്ന് പറയുന്ന സിനിമയാണ്. ഞാൻ ഫസ്റ്റ് എക്സ്പോസ് ചെയ്ത ഒരു സിനിമ അതായിരുന്നു. അതെനിക്കൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടായിരുന്ന സിനിമ ആയിരുന്നില്ല, പക്ഷെ ഞാൻ കണ്ടായിരുന്ന സമയത്ത് കിളി പാറി പോയൊരു പടമായിരുന്നു. മേക്കിംഗ് കൊണ്ടാണെങ്കിലും അതിന്റെ ആ ഒരു കഥ, അതിന്റെ സ്റ്റോറി, ആ ഡെവലപ്മെന്റ്, ആ ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന അവരുടെ പേഴ്സണൽ ലൈഫ്, അവിടെ അവരുടെ ഗരോത്ത്, ആ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നതിൽ ഫോർഡ് വേഴ്സസ് ഫെറാറി ആണെങ്കിലും, ഇനി അതുപോലെ റഷ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു റിയൽ ഹിസ്റ്ററിയാണ്. ഐ മീൻ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് എ ബയോഗ്രഫി. സോ ഈ രണ്ട് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് റൈവൽസിനെ കുറിച്ചും റൈവലായിട്ടുള്ള സ്റ്റോറികളെ കുറിച്ചും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും F1 എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഐമാക്സിൽ കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കാരണം ആപ്പിളിന്റെ ക്യാമറ സിസ്റ്റംസുകളും മറ്റൊക്കെ യൂസ് ചെയ്തേക്കുന്ന, ഇതിന്റെ ട്രെയിലർ വന്നേക്കുന്ന സമയത്ത് തന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന മറ്റേ വൈബ്രേഷൻ ഒക്കെ കാണിക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ട് ഒരു സിനിമയുടെ ട്രെയിലറിനകത്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു പരിപാടി കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമയുടെ റേഞ്ച് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററിൽ കണ്ട സമയത്താണ് സത്യം പറഞ്ഞ് ഞാൻ കിളി പാറി പോയത്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടുവെക്കുക. ഹാൻസിമറിന്റെ മ്യൂസിക് ആണ് ഈ പടത്തിൽ ചെയ്തേക്കുന്നത്. മൂപ്പരൊക്കെ ചെയ്തു വെച്ചേക്കുന്ന പരിപാടി എന്ന് പറയുന്നത് വേറെ ലെവൽ പരിപാടിയാണ്. ഹാൻസിമറിന്റെ മ്യൂസിക്കിനെ കുറിച്ചൊന്നും നമ്മൾ റിവ്യൂ ഇടേണ്ട ആവശ്യമില്ല. കാരണം പുള്ളിയൊക്കെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വന്നേക്കുന്ന ഒരു ഡയറക്ടറാണ്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ബ്രാഡ് പിറ്റിന്റെ ഒക്കെ ഒരു ഓറ, ഒരു പെർഫോമൻസ് ഒക്കെ പറയുന്നത് ഭയങ്കര കൂളായിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. ഒരു എഫേർട്ട് എടുത്തേക്കുന്ന ഒരു അഭിനയം പോലെ നിങ്ങൾക്ക് തോന്നില്ല. ഈ പ്രായത്തിൽ ഒരു 60 വയസ്സായിരിക്കുന്ന സമയത്തും ദിസ് ഇസ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ദിസ് പേഴ്സൺ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇപ്പോഴൊരു 30-40 വയസ്സിന്റെ ഒരു ചുരുക്കിലാണ് പുള്ളിയുടെ ഒരു അഭിനയം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എസ്പെഷ്യലി സുണി ഹെയ്സ് ആൻഡ് ജോഷുവ പിയേഴ്സ് എന്ന് പറയുന്ന അവർ രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്ന, രണ്ട് ജനറേഷന്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ അത് ഭയങ്കര എനിക്ക് വർക്കായിരുന്നു. സ്റ്റോറി നോക്കുന്ന സമയത്ത് ഫോർഡ് വേഴ്സസ് ഫെറാറി പോലത്തെ ഒരു സംഭവം വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റഷ് പോലെ വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി അല്ല. ഇത് ആക്ച്വലി ഒരു അഡാപ്റ്റേഷൻ ആണ്. ഫോർമുല 1ന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള, ഐ മീൻ ഇവരെന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് ആണ് ഈ രണ്ട് സോണി ആൻഡ് ജോഷോ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് പറയുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു കഥ എന്ന് പറയുന്ന സമയത്ത് കഥയ്ക്കല്ല ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അവരുടെ തമ്മിലുള്ള ഈഗോ അത് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതിനെ എടുത്തു വെച്ചേക്കുന്ന രീതി അത് ടോപ്പ് നോച്ചാണ്. നിങ്ങൾ ഐമാക്സിൽ തന്നെ കണ്ടു വെക്കാനായിട്ട് ശ്രമിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പടം കൂടിയാണ്. കാരണം 2-3 തല്ലിപ്പൊളി പടങ്ങൾ കാണുന്നതിനേക്കാളും നല്ലത് കുറച്ച് കാശ് ചെയ്തിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 4DXലോ അല്ലെങ്കിൽ ഐമാക്സിലോ കാണാനായിട്ട് ശ്രമിക്കുക. ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും തിയേറ്ററിൽ. അത് മ്യൂസിക് കൊണ്ടായിക്കോട്ടെ, വിഷ്വലി ആയിക്കോട്ടെ, ഈവൻ പെർഫോമൻസ് വൈസ് ആണെങ്കിലും അതിന്റെ ഒരു മൊത്തം പരിപാടി പടം കണ്ടു കഴിഞ്ഞുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കിട്ടില്ല തന്നെ ഒരു സംഭവമായിരുന്നു എന്നുള്ളൊരു കാര്യം. ഹാൻഡ്സമറിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഒരു സിനിമ വരുന്ന സമയത്ത് ആ സിനിമയിലെ നടന് വേണ്ടിയിട്ട് നമ്മൾ സിനിമ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടറിന്റെ, ഇപ്പൊ ലോകേഷിന്റെ ഒക്കെ പടം വരുന്ന സമയത്ത് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൂലി എന്ന് പറയുന്ന സിനിമയൊക്കെ ലോകേഷിന്റെ പടം എന്നുള്ള രീതിക്കാണ് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു സിനിമ വരുന്ന സമയത്ത് അതിന്റെ മ്യൂസിക് കമ്പോസറിനെ കണ്ടുകൊണ്ട് ആ സിനിമ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിക് ഡയറക്ടറുടെ പേര് എന്ന് പറയുന്നത് ഹാൻസ് സിമർ എന്നായിരിക്കണം. കാരണം മ്യൂസിക് എന്ന് പറയുന്ന സംഭവത്തിന്റെ പീക്ക് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ഹാൻസ് സിമറിന്റെ പേരാണ്. ഞാൻ ഫോർമുല 1 പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഹാൻസ് സിമറിന്റെ മ്യൂസിക്കിനെ പറ്റി. അദ്ദേഹം ഒരു ഇന്ത്യൻ സിനിമ ചെയ്യാനായിട്ട് പോവാണ്. ഇന്ന് ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. ഫസ്റ്റ് ക്ലിപ്സ് പുറത്തേക്ക് വന്നായിരുന്നു. രാമായണ എന്ന് പറയുന്ന നമുക്ക് പുതിയതായിട്ടുള്ള ഒരു സ്റ്റോറി അല്ല, നമ്മൾ ഒരുപാട് കേട്ടേക്കുന്ന കഥകൾ അറിയാവുന്ന ഒരു സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു പുറത്തു വന്നായിരുന്നത്. രൺബീർ വേഴ്സസ് യഷ്, രാമ വേഴ്സസ് രാവണ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ യഷിന്റെ ഭയങ്കര ഫാനാണ്, രൺബീറിന്റെ ഭയങ്കര ഫാനാണ്. ആൻഡ്
ദി വോൾ ടീം ഈ ഒരു പരിപാടി തന്നെ വലിയൊരു സ്കെയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമയാണ് രാമായണ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ തന്നെ എന്തായിരിക്കും അതിനകത്ത് അവർ ചെയ്യുക പോകുന്ന ഒരു പരിപാടി എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ ഇന്ന് വന്നേക്കുന്ന അപ്ഡേറ്റിനകത്ത് തന്നെ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഞാൻ ഹാൻസ് സിമർ എന്ന് പറയുന്ന ആ ഒരു ടാഗ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. കാരണം നടനേക്കാളും നടിയേക്കാളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിച്ച പേര് എന്ന് പറയുന്നത് മ്യൂസിക് ബൈ കമ്പോസ് ബൈ AR റഹ്മാൻ ആൻഡ് ഹാൻസ് സിമർ. രണ്ട് ഗ്രേറ്റസ്റ്റ് ഡയറക്ടേഴ്സിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒരു പ്രത്യേകതയാണ് രാമായണ എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക്കിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് അപ്ഡേറ്റ് തന്നെ എന്നെ പേഴ്സണലി ഞെട്ടിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആണ്. പ്രത്യേകിച്ച് ഒരു പോയിന്റിൽ എത്തിക്കുന്ന സമയത്ത് മ്യൂസിക് പോകുന്ന ഒരു ലെവൽ വേറെ ലെവലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഥ പുതുമയല്ലാന്നുണ്ടെങ്കിലും അത് എടുത്തേക്കുന്ന രീതിയിൽ പുതുമ വരുന്ന സമയത്ത് നമുക്കത് തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് നമ്മളെ തോന്നിപ്പിക്കും. അത്തരത്തിലൊരു പവറുള്ള അത്രയും പവർഫുൾ ആയിട്ടൊരു സാധനം കൊടുക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക് കമ്പോസറിന്റെ മ്യൂസിക്കിലാണ് ഈ സിനിമയ്ക്ക് അത് വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രൺബീറിന്റെ രാമായണ, യഷിന്റെ രാമായണ എന്ന് പറയുന്ന സിനിമ. ക്രിസ്റ്റഫർ നോളന്റെ അടുത്ത പടം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിയേക്കുന്ന ഒരു സിനിമയാണ് ദ പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഒരു സിനിമ. എത്ര പേര് കണ്ടെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഭയങ്കര ഒരു അതിനകത്ത് വർക്ക് ചെയ്തേക്കുന്ന ഒരു ഈഗോ ഉണ്ട്. രണ്ട് സൂപ്പർ മ്യൂസീഷ്യൻസ് തമ്മിലുള്ള ഒരു ഈഗോ പരിപാടി സെറ്റ് ചെയ്തേക്കുന്നതിന്റെ ആ ഒരു സ്റ്റൈലിങ്ങും ഒക്കെ ഭയങ്കര രസമാണ്. ക്രിസ്റ്റഫർ നോളന്റെ അടുത്ത സിനിമ എന്ന് പറയുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ ഒഡീസി എന്ന് പറയുന്ന സിനിമയാണ്. ഒഡീസി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇറ്റ്സ് എ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പേ നടന്നേക്കുന്ന ഒരു വലിയ ചരിത്രം അതിനകത്തുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്തും ഈ ഒഡീസി എന്ന് പറയുന്നത് ഈ ട്രോജൻ വാർ കഴിഞ്ഞതിന് ശേഷം ഇവർ തിരിച്ച് ഒരു നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഉദ്ദേശം 10 വർഷത്തോളം എടുത്തുന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇവർ തിരിച്ച് നാട്ടിലോട്ട് എത്താനായിട്ട് ആ സമയത്ത് കടലിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ ജേണിയിൽ സംഭവിച്ചേക്കുന്ന കഥകളൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ക്രിസ്റ്റഫർ നോളന്റെ ഒരു വേർഷനിലോട്ട് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും അതിനെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെല്ലാം അഡാപ്റ്റേഷൻസുകളിൽ എന്തെല്ലാം അപ്ഡേഷൻസുകൾ അദ്ദേഹം കൊണ്ടുവരുന്നൊരു കാര്യം അറിയില്ല. ഇത് തന്നെയായിരിക്കും എന്താ കഥ എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ പ്ലോട്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. പക്ഷേ മാറ്റ് ഡാമൺ ഒക്കെയാണ് ഈ സിനിമയിലുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ. ടോം ഹോളണ്ട് വരുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ഉള്ളത്. സെൻഡായ ഒക്കെ കൂടി വന്നേക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് പൂർണ്ണമായിട്ടും ഐമാക്സിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന സിനിമകളൊക്കെ ഫിലിം 4 IMAX ആണ്. ഇപ്പൊ രാമായണ പോലും ഫിലിം 4 IMAX ആണ്. ഫോർമുല 1 ഫിലിം 4 IMAX ആണ്. പൂർണ്ണമായിട്ട് ഒരു സിനിമ ഐമാക്സിൽ ചിത്രീകരിച്ചേക്കുന്നത്, ഐ മീൻ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമ എന്നുള്ളൊരു ഹിസ്റ്ററി എടുക്കാനായിട്ട് പറ്റിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഒഡീസി എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. 2026 ജൂലൈയോട് കൂടിയിട്ട് സിനിമയുടെ റിലീസ് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഐ എം വെരി വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവി. എനിവേസ് ഇന്ന് കൂലി സിനിമയുടെ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് ഓൾറെഡി ഇതിന്റെ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ അപ്ഡേറ്റിനകത്തുള്ള പോസ്റ്ററിന്റെ ആ ഒരു ക്യാരക്ടർ റിവീലിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദേവ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചും ഒപ്പം തന്നെ ഈ സിനിമയിലുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുണ്ട്. ആൻഡ് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ കൂടി ഇതിനകത്ത് വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ അത് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുത്തുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേര് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിശോധിക്കുക. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ഒരു എക്സ്പീരിയൻസ് ഔട്ട്.